നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് ലൂപ്പ്. എന്താണ് ലൂപ്പ്, ഏതൊക്കെ ടൈപ്പാണ് ലൂപ്പ് എന്നൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് ഈ ലൂപ്പിൻ്റെ കൺസെപ്റ്റുകളൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ലൂപ്പ്? Loop are the sequence of instructions which continually repeated until a specific condition is not found. അപ്പോൾ എന്താണ് ലൂപ്പ്? അതിനകത്ത് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഉണ്ടായിരിക്കുക. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഇൻസ്ട്രക്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഏതുവരെ? ഒരു സ്പെസിഫിക് കണ്ടീഷൻ ഫാൾസ് ആവുന്നത് വരെ. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രൂ ആകുമ്പോഴേക്കും ഈ ഒരു സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ ആ കണ്ടീഷൻ ഫാൾസ് ആവുന്നത് അപ്പോൾ അതിനകത്തുനിന്ന്, ആ ലൂപ്പിൻ്റെ അകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുക? എക്സിറ്റ് അടിക്കുക. ഇറ്റ് മേക്ക് ദ കോഡ് കോമ്പാക്റ്റ്. വി ക്യാൻ മോസ്റ്റ്ലി യൂസ് ഇറ്റ് വിത്ത് ദ അറേ. ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ്, ലൂപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മളുടെ കോഡിനെ കോമ്പാക്റ്റ് ആക്കി മാറ്റും. അതായത് ഒന്നുകൂടെ നല്ലൊരു ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് മാറ്റും. കോഡ് ഒന്നുകൂടി ഈസി ആയിട്ട് മാറും. മാത്രമല്ല, ഇത് പൊതുവേ നമ്മൾ അറേ പോലത്തെ നമ്മുടെ ഡാറ്റ സ്ട്രക്ചേഴ്സിനകത്തൊക്കെ കൂടുതലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ഈ ലൂപ്പ് എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നോക്കാം. എങ്ങനെയാണ് ഇത് നടക്കുന്നത്? അതായത് നമ്മൾ സെറ്റ് ഓഫ് കോഡുകൾ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് കണ്ടീഷനിലെത്തി, അതായത് നമ്മുടെ ലൂപ്പിലെത്തി. ഈ ലൂപ്പിലെത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ കണ്ടീഷൻ എന്താണോ അത് ചെക്ക് ചെയ്യും. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ നമ്പർ മറ്റേ നമ്പറിനേക്കാൾ ഗ്രേറ്റർ ആണോ ലെസ് ദാൻ ആണോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാം. ഏത് രീതിയിലും കണ്ടീഷൻ ചെക്ക് ചെയ്യാം. അങ്ങനെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു കണ്ടീഷൻ കോഡിലേക്ക് പോകും. ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. വീണ്ടും വന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ പിന്നെയും ഇത് എക്സിക്യൂട്ട്. അങ്ങനെ ഒരു ലൂപ്പായിട്ടാണ് ഈ ഒരു ഐട്രേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിനകത്തുനിന്ന് ഒരു എക്സിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. ട്രൂ ആണെങ്കിൽ പിന്നെ എക്സിക്യൂട്ട് ചെയ്യും. അഗെയിൻ ഇങ്ങനെ ആ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കും. ഏതുവരെ? ഇഫ് കണ്ടീഷൻ ഈസ് ഫാൾസ്. ആ കണ്ടീഷൻ എപ്പോഴാണോ ഫാൾസ് ആവുന്നത് അതുവരെ ഈ ഒരു ഓപ്പറേഷൻ ഇങ്ങനെ ഈ ഒരു ലൂപ്പിൽ കടന്ന് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് മെയിനായിട്ട് നമ്മുടെ ലൂപ്പിനെ രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻഡെഫിനിറ്റ് ലൂപ്പ് എന്നും ഡെഫിനിറ്റ് ലൂപ്പ് എന്നും. ഇതിനകത്ത് ഇൻഡെഫിനിറ്റ് ലൂപ്പിൽ പെട്ടതാണ് നമ്മൾക്ക് പഠിച്ചിട്ടുള്ള വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ. ഡെഫിനിറ്റ് ലൂപ്പിനകത്തുള്ളതാണ് ഫോർ ലൂപ്പ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും ആ ഒരു ഡിഫറൻസ് എന്ന് കുറച്ച് ഗസ് ചെയ്യാൻ കഴിയും. ഇൻഡെഫിനിറ്റ് ലൂപ്പും ഡെഫിനിറ്റ് ലൂപ്പും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്തൊക്കെയാണ്? ഡെഫിനിറ്റ് ലൂപ്പിനകത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഐട്രേഷൻ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അതായത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ എക്സിക്യൂഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഫോർ ലൂപ്പ് അല്ലെങ്കിൽ ഈ ഡെഫിനിറ്റ് ലൂപ്പിൻ്റെ കേസ് വരുമ്പോൾ അവിടെ നമുക്ക് അറിയാൻ കഴിയും. പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഇത്ര നമ്പർ ഓഫ് ഐട്രേഷനാണ് വേണ്ടത്. അതായത് ഇപ്പോൾ 10 ആണെങ്കിൽ 10 അങ്ങനെ ഒരു കാൽക്കുലേഷൻ നമുക്ക് കിട്ടും. ഏത്? ഡെഫിനിറ്റ് ലൂപ്പിൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ അവിടെ ഒക്കെ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ആദ്യം നമ്മളൊരു ഇനീഷ്യലൈസേഷൻ കൊടുക്കുമ്പോൾ i=1 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 1 മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്രമല്ല നെക്സ്റ്റ് സെമികോളൻ ഇട്ടിട്ട് നമ്മൾ i<10 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ 10 വരെയാണ് ഈ ഒരു ഐട്രേഷൻ കണ്ടിന്യൂ ചെയ്യുക എന്നും നമുക്ക് കിട്ടും. പിന്നെ i++ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തായാലും കൺസെപ്റ്റ് ക്ലിയർ ആയി. കാരണം എന്താണ്? 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 3, കഴിഞ്ഞാൽ 4 എന്നുള്ള ആ ഒരു ഓർഡറിലാണ് ഈ ഒരു പ്രോഗ്രാമിങ് അല്ലെങ്കിൽ ഒരു എക്സിക്യൂഷൻ നടക്കുക എന്നുള്ളത്. അതാണ് ഈ ഡെഫിനിറ്റ് ലൂപ്പിൻ്റെ പ്രത്യേകത. അതായത് എത്ര ഐട്രേഷൻ നടക്കുമെന്ന് പ്രീഡിഫൈൻഡ് ആയിട്ട് അണ്ടർസ്റ്റുഡ് ആണ്. എന്നാൽ ഇൻഡെഫിനൈറ്റ് ലൂപ്പിൻ്റെ കേസ് വരുമ്പോൾ അതിനകത്ത് വൈൽ ലൂപ്പായാലും ശരി, ഡു വൈൽ ലൂപ്പായാലും ശരി, ജസ്റ്റ് അതിനകത്ത് ആ കണ്ടീഷൻ മാത്രമേ കൊടുക്കുള്ളൂ. ഇപ്പോൾ i<num എന്നാണെങ്കിൽ ആ ഒരു കണ്ടീഷൻ മാത്രമേ അവിടെ കൊടുക്കുള്ളൂ. വേറെ ഇനീഷ്യലൈസേഷൻ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഐട്രേഷൻ എത്ര വേണ്ടി വരും എന്ന് നമുക്ക് അണ്ടർസ്റ്റുഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അതിൻ്റെ ആ ഒരു ഇനീഷ്യലൈസേഷൻ പാർട്ടിൽ വൈൽ ലൂപ്പിൻ്റെയും ഡു വൈൽ ലൂപ്പിൻ്റെയും അകത്ത് നമുക്ക് അറിയില്ല എത്ര ഐട്രേഷൻ ഇവിടെ നടക്കും. എന്നാൽ ഫോർ ലൂപ്പിൻ്റെ കേസ് വരുമ്പോൾ ഐട്രേഷൻ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇൻഡെഫിനിറ്റ് ലൂപ്പ്. In indefinite loop, the number of iteration is not known before beginning of the execution of the block of the statement. അതായത് ഇതിനകത്ത് നമ്മളുടെ എക്സിക്യൂഷൻ്റെ ബിഗിനിങ്ങിൽ നമുക്ക് ഒരിക്കലും നമ്പർ ഓഫ് ഐട്രേഷൻ എത്രയാണ് ഉണ്ടാവുക എന്ന് ഐഡൻറ്റിഫൈഡ് അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മെയിനായിട്ട് 2 രീതിയിലുള്ള ഇൻഡെഫിനിറ്റ് ലൂപ്പാണുള്ളത്. ഒന്ന് വൈൽ ലൂപ്പ്,
ഒന്ന് ഡു വൈൽ ലൂപ്പ്. ഓക്കെ, ഈ വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. വൈൽ ലൂപ്പ് ആകുമ്പോൾ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസൊക്കെ എക്സിക്യൂട്ട് ചെയ്യുക. ഡു വൈൽ ലൂപ്പ് ആകുമ്പോൾ എന്താ നടക്കുക, ആദ്യം വൺ ടൈം നമ്മൾ എന്ത് ചെയ്യും, ആ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും. അതിന് ശേഷമായിരിക്കും നമ്മളുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും. അതല്ല അത് ഫാൾസ് ആണെങ്കിൽ അവിടെ അതങ്ങ് എക്സിറ്റ് അടിക്കും. അതാണ് അതിൻ്റെ ഡിഫറൻസ് കേട്ടോ. വൈൽ ലൂപ്പ് ആകുമ്പോൾ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക. ഡു വൈൽ ആകുമ്പോൾ നേരെ തിരിച്ചാണ്, എന്താണ്, അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഇനി ഡെഫിനിറ്റ് ലൂപ്പിൻ്റെ കേസ് വരുമ്പോൾ എന്താ വരുന്നത്, വി നോ അബൌട്ട് ദ നമ്പർ ഓഫ് ഐട്രേഷൻസ് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ ബ്ലോക്ക് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമ്മളുടെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്പർ ഓഫ് ഐട്രേഷൻ ഇത്രയാണ്. കാരണം എന്താണ്, വൈലിലും ഡു വൈലിലൊക്കെ ജസ്റ്റ് കണ്ടീഷൻ മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഫോർ ലൂപ്പിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ ഇനീഷ്യലൈസേഷൻ കൊടുക്കുന്നുണ്ട്, ഏതുവരെ നമ്മൾ ചെയ്യുമെന്ന് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇൻക്രിമെൻറ്റിങ് ഓർഡറും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടും ഇത്ര നമ്പർ ഓഫ് ഐട്രേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. എ ഫോർ ലൂപ്പ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദിസ് ലൂപ്പ്. ഈ ലൂപ്പിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫോർ ലൂപ്പാണ്. നമ്മൾ അത്രയും നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഫോർ ലൂപ്പ്. ഇവിടെ നമുക്ക് 3 രീതിയിലുള്ള ഫോർ ലൂപ്പ് പരിചയപ്പെടാം. ഒന്ന് ഫോർ ലൂപ്പ് ഉണ്ട്, പിന്നെ ഫോർ ഓഫ് ലൂപ്പ് ഉണ്ട്, പിന്നെ ഫോർ ഇൻ ലൂപ്പ് ഉണ്ട്. ഈ ഫോർ ഓഫ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഫോർ ഇൻ ആവുമ്പോൾ അത് ഇൻഡെക്സസ് വെച്ചിട്ടാണ് നമ്മൾ ആ എക്സിക്യൂഷൻ നടത്തുന്നത് എന്നുള്ള ഡിഫറൻസ് മാത്രം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർ ലൂപ്പ് ഉണ്ട്, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ലൂപ്പിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. 2 ടൈപ്പിലാണ് ലൂപ്പ് ഉള്ളത്. ആദ്യം ലൂപ്പ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതായത് ഒരു സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഒരു ലൂപ്പ് ഓഫ് ആക്ഷനാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പലരും പറയാറുണ്ട്, ഇപ്പോൾ ഒരു കോഡിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് അടിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ആ ലോജിക്ക് അത്രയും ക്ലിയർ ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ സക്സസ്ഫുൾ ആയിട്ട് ലൂപ്പ് വർക്ക് ചെയ്യുള്ളൂ. മാത്രമല്ല ആ കണ്ടീഷൻ ഫാൾസ് ആവുന്ന നിമിഷം നമുക്ക് എന്ത് ചെയ്യണം, ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് അടിക്കുകയും വേണം. അതാണ് ഈ ലൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ നമ്മൾ 2 രീതിയിലുള്ള ലൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു, ഇൻഡെഫിനിറ്റ് ലൂപ്പ്, ഡെഫിനിറ്റ് ലൂപ്പ്. ഇതിനകത്ത് ഇൻഡെഫിനിറ്റ് ആകുമ്പോൾ നമുക്ക് അറിയില്ല, ബിഗിനിങ്ങിൽ എക്സിക്യൂഷൻ്റെ ബിഗിനിങ്ങിൽ അറിയില്ല എത്ര പ്രാവശ്യം ഇത് ഹൈട്രേറ്റ് ചെയ്യും എന്നുള്ളത്. എന്നാൽ ഡെഫിനിറ്റ് ലൂപ്പിൻ്റെ കേസ് വരുമ്പോൾ വി നോ ദാറ്റ് അറ്റ് ദ ബിഗിനിങ്ങിൽ എന്താണ്, ഇത്ര ടൈംസ് ആയിരിക്കും ഇത് ഹൈട്രേറ്റ് ചെയ്യുക എന്നുള്ള ഐഡിയ ഈ ഒരു ഡെഫിനിറ്റ് ലൂപ്പിൻ്റെ കേസിൽ വരും. ഇൻഡെഫിനിറ്റ് ലൂപ്പിൻ്റെ എക്സാമ്പിളാണ് വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഡെഫിനിറ്റിൻ്റെ എക്സാമ്പിൾ എന്താണ്, ഫോർ ലൂപ്പാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ആ ഒരു സിൻറ്റാക്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഐട്രേഷൻ എത്ര പ്രാവശ്യം നടക്കും എന്നൊക്കെ നമുക്ക് വ്യക്തമാവുന്നത് എങ്ങനെയെന്നൊക്കെ നമുക്ക് അപ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് വൈൽ ലൂപ്പിൻ്റെയും ഡു വൈൽ ലൂപ്പിൻ്റെയും ഫോർ ലൂപ്പിൻ്റെയും ഒക്കെ വീഡിയോസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സുകളായിട്ട്, എല്ലാം കൂടി ഒരുമിച്ച് പറയേണ്ട. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ലെങ്ത്ത് കൂടിപ്പോകും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ ലൂപ്പിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. മെയിനായിട്ട് ഈ 2 ടൈപ്പും അതിനകത്ത് സബ്ബായിട്ട് വരുന്ന ലൂപ്പുകളുമാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് സിൻറ്റാക്സും എക്സാമ്പിളൊക്കെ വെച്ചിട്ട് വേറെ വീഡിയോ ആയിട്ട് തന്നെ അതിൻ്റെ ക്ലാസ് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.